സ്മൃതിപർവം 2024 ഫാക്ട് ഹൈസ്കൂൾ അലുമിനി സമാപിച്ചുവെങ്കിലും ആദ്യമായാണ് ഫാക്ട് സ്കൂൾ പഠിക്കുന്നവരുടെ ഇത്രയും വിപുലമായ ഒരു കൂട്ടായ്മ ഒരുക്കിയത്. ജെ ടൈംസ് ന്യൂസ് സ്കൂൾ തിരുമുറ്റം പരിപാടിയിൽ ഇന്ന് കഴിഞ്ഞ 42 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച് പാസ്സായിപ്പോയ ഇപ്പോൾ റെയിൽവേയിൽ ഉന്നത ഉയരങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിവിധ സ്ഥാപനങ്ങളിൽ സ്കൂൾ, കോളേജ്, ബാങ്കിംഗ് മേഖലയിൽ സേവനം ചെയ്യുന്നവരും കഴിഞ്ഞുപോയ മാധുര്യമേറിയ ഓർമ്മകളുമായി സ്കൂൾ തിരുമുറ്റം പരിപാടിയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമ്മളിപ്പോൾ ഈ ഫാക്ട് സ്കൂളിൻ്റെ ഏകദേശം 1960 ശേഷമുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഒരു അലുമിനിയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഈ അലുമിനി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ മേഡത്തിന് എന്താണ് തോന്നിയത്? വളരെ സന്തോഷം തോന്നി. ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ബാച്ച്, ഇപ്പോൾ ഞാൻ 83 ബാച്ചിൽ പഠിച്ച പോയ ആളാണ്. ബാച്ചിൻ്റെ ഗെറ്റ് ടുഗറൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിലും പക്ഷേ നമ്മളിങ്ങനെ ഇതുപോലെ എല്ലാവരും നമ്മുടെ അധ്യാപകരെയും അതിനും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ളവരെയും ജൂനിയേഴ്സിനെ കാണാനും പിന്നെ നമ്മളിവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്ന് നമ്മൾ ക്വാർട്ടേഴ്സിൽ ഒരുമിച്ച് കഴിഞ്ഞ അന്ന് മുതലുള്ള കൂട്ടുകാരെയൊക്കെ കാണാനൊരു അവസരമായിരുന്നു കിട്ടി. അത് അറിഞ്ഞപ്പോൾ പോലെ ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ശരിക്കും ഇതറിഞ്ഞ് നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ സ്കൂളിന്റെ പടികാല് കാല് വെച്ചപ്പോൾ എന്താണ് തോന്നിയത്? ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും പിന്നെ ഞങ്ങളൊരു തിരക്കായിരുന്നു. ആരെയൊക്കെ കാണണം, കണ്ടിട്ട് ഒരാളെ കാണുമ്പോഴേക്കും അടുത്ത ആൾ വരും. അങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെ. ഇന്നലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ കുറേ ടീച്ചേഴ്സ് ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മളെ ഗീത ടീച്ചർ ഉണ്ടായിരുന്നു, ലീല മാത്യു ടീച്ചർ ഉണ്ടായിരുന്നു, ജയലക്ഷ്മി ടീച്ചർ, റോസക്കുട്ടി ടീച്ചർ, വിദ്യാസാഗരൻ സാറ്, ഗോവിന്ദ സാറ്, മാധവൻകുട്ടി സാറ്, എല്ലാവരും കണ്ടു. പഴയകാല ഓർമ്മകൾ വീണ്ടും പുതുക്കി അല്ലേ? ഞങ്ങള് സ്പോർട്സ്, ആക്ച്വലി ഞാൻ വോളിബോൾ പ്ലെയർ ആണ്. ഇവിടുന്ന് കിട്ടിയ ഒരു തന്നെ ഞങ്ങളുടെ ഞാനിപ്പോ റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേസിന്റെ പാലക്കാട് ഇന്ത്യൻ പ്ലെയർ ആണ്. ഇവിടുന്ന് കളിച്ച ശേഷമാണ് തുടങ്ങിയത്. ശേഷമാണ് ഇവിടുന്ന് സ്കൂൾ ലെവലിലും അവിടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലാണ്. പാലക്കാട് ഡിവിഷനിലാണ്. എവിടെ താമസിക്കുന്നത്? പാലക്കാട്. ഞാൻ ഇതിനു വേണ്ടി ഇന്നലെ വന്നതാണ്. ഇന്നലെ കൂട്ടുകാരുടെ കൂടെ സ്റ്റേ ചെയ്തു. ഇന്നലെ തിരിച്ചു പോയി. ഇവരെല്ലാവരും തന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ വോളിബോൾ പ്ലേയേഴ്സ് ആണ്. ഞങ്ങൾക്ക് വളരെ ഓർമ്മകൾ. ഞങ്ങൾ കളിച്ച ഗ്രൗണ്ട്, അപ്പൊ ഞങ്ങളൊരു ബോളൊക്കെ ആയിട്ടാണ് നിന്നിരിക്കുന്നത്. ഞങ്ങളൊന്ന് കളിക്കും. എപ്പോഴാണ് കളിക്കുന്നത്? കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞു. ഭൂരിഭാഗം പേർക്കും ഇവിടുന്ന് ഉപജീവന മാർഗം തന്നെ പറയാം. അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ബാക്കി എല്ലാ ഇതും സ്കൂളിൽ തന്നെ. ശരിക്കും ഇവിടുന്ന് പഠിച്ച് ഇവിടുന്ന് തന്നെ ജോലി നേടി എന്നുള്ളതാണ് അല്ലേ? ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ജോലിക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഒരു ജോലിക്ക് കയറാനുള്ളൊരു. ശരിക്കും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ഇതുണ്ടാവല്ല, ആവേശം? ഫാക്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവര്, സീനിയേഴ്സ്, ഏകദേശം എല്ലാവരും തന്നെ, എസ്പെഷ്യലി കളിക്കാരാകുമ്പോൾ ഏകദേശം എല്ലാവരും നമ്മളെ അറിയും, നമ്മൾ അവരെയും ഏകദേശം അറിയണവരാണ്. ഇതിൽ കൂടുതൽ പേർക്കും ജോലി കിട്ടിയത് ശരിക്കും ഈ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇവിടെ തന്നെ ജോലി കിട്ടിയവരാണ് ഇത്ര ഈ 4 പേരും. കുറെ പേർക്ക് ഈ ഫാക്ടറി തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നവർക്ക്. ഞാൻ ഇത് കളിച്ചെങ്കിൽ, വോളിബോൾ കളിച്ചെങ്കിൽ ഞാൻ ആ വഴി തന്നെ പോയിട്ട് ടീച്ചിങ്, ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് തന്നെ. വിദ്യാഭവൻ ചന്ദ്രാപിനി എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അവിടെ ഞാൻ ഇതേപോലെ വോളിബോൾ കളിപ്പിച്ച്. ഞാൻ താമസിക്കുന്നത് ഇരിഞ്ഞാലക്കുട എന്നാണ് വരുന്നത്. ഒരു സിസ്റ്റർ ഇവിടെ തന്നെ പഠിച്ച, എൻ്റെ ബ്രദർ ഇവിടെ തന്നെ. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. കാരണം ആ ഒരു ടുഗദർനെസ് വേറെ എവിടെയും ചെന്നാൽ കിട്ടില്ല. എല്ലാതും വെച്ചാൽ എന്താ പറയാ. എന്നാണ് ഇവിടെ എത്തിയത്? ഞാൻ ഇന്നാണ് വന്നത്. ഇന്നലെ വരാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാൻ പറ്റും. അപ്പൊ ആവേശം തന്നെയാണ്. എന്താ പറയാ, നമ്മുടെ കൂടെ പഠിച്ചവരും സീനിയേഴ്സും പഴയ വലിയ വലിയ കളിക്കാര് ആയിത്തീർന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവരെയൊക്കെ കണ്ടതിലും പിന്നെ എന്താ ദൂരെ നിന്നുള്ള ആൾക്കാർ പോലും, വളരെ ദൂരം, ആന്ധ്ര, അവിടെ നിന്ന് എല്ലായിടത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടായി നമ്മുടെ ഗെറ്റ് ടുഗദറിന്. അപ്പം വളരെ സന്തോഷം. അവർ ഇത് വെച്ചത് തന്നെ ഇത്രയും കാലങ്ങൾക്ക് ശേഷം. അപ്പം ഞാനൊക്കെ ഒരു 35 years ആയിട്ടുണ്ട് ഇവിടുന്ന് പോയിട്ട്. അപ്പം തന്നെ ആ ഒരു ഇവിടുന്ന് പോയിട്ട് പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്.
അപ്പോൾ പേരൊന്ന് പറയുമോ മാഡം? എൻ്റെ പേര് ലിൻഡ. ലിൻഡ എവിടുന്നാ വരുന്നത്? മേരി റോസ് ലിൻഡ എന്നാണ്. ഞാനിപ്പോൾ കാക്കനാട് നിന്നാണ് വരുന്നത്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു, സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ 2-3 മാസമായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങി ഒക്കെ അറേഞ്ച് ചെയ്ത് നിൽക്കുക. ഞങ്ങളിവിടെ കഴിഞ്ഞ മാസം ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ എറണാകുളത്ത് ചുറ്റുവട്ടത്തുള്ളവർ അവൈലബിൾ ആയവരെല്ലാവരും കൂടി കൂടി പഴയ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ട്. ശരിക്കും ഇപ്പോൾ വന്നിട്ട് 2 ദിവസമായല്ലേ മാഡം ഇവിടെ? അതെ അതെ. ഇവിടെ ഈ അതായത് സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് നിന്നപ്പോൾ എന്താണ് മാഡത്തിന് ഒരു അനുഭവം ഉണ്ടായത്? എന്താ പറയുക, ജനിച്ചത് തൊട്ട് കല്യാണം കഴിച്ച് പോണ വരെ ഫാക്റ്റിലുണ്ടായിരുന്നതാണ് ഞാൻ. ഫാക്റ്റിന്റെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഉപ്പും ചോറും കഴിച്ച് വളർന്നതെന്ന് പറയാം. കൂട്ടത്തിൽ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന് അങ്ങനെ. ഏത് ബാച്ചിലാണ് ഇവിടെ പഠിച്ചത്? ഞാൻ 87 ബാച്ചിലാണ്. അന്നത്തെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട കുറേ പേരുണ്ട്. അവരെല്ലാവരെയും ഇന്നലെ വന്ന് കാണാൻ. ഏതെങ്കിലും 2 ടീച്ചേഴ്സിന്റെ പേര് പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്പോർട്സിൽ എടുത്തു പറയേണ്ടത് ശ്രീമതി അന്നക്കുട്ടി ടീച്ചർ. ഇപ്പം ഇവിടെ ഇല്ല, ഈ ലോകത്തില്ല. എന്നാലും ടീച്ചറിനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുസ്മരിക്കുന്നു. കൂടാതെ ടീച്ചേഴ്സ്, ദേവ്കുട്ടി ടീച്ചർ, യുമി ടീച്ചർ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പേരെടുത്ത് പറയാൻ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നത് അല്ലേ? മരണം വരെ ഞങ്ങളുടെ ആ ഒരു മനസ്സിൽ ആ കുറിപ്പ് രേഖപ്പെടുത്തി വെച്ചേക്കാണ്. 2024 കേട്ടപ്പോൾ തന്നെ ഓടിയെത്തി. എങ്ങനെ ആ ദിവസത്തോട് അടുക്കും എന്നായിരുന്നു ചിന്ത. ഇവിടെ ഓടിയെത്തി കഴിഞ്ഞപ്പോൾ എന്താ തോന്നി? ഓടിയെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെയൊക്കെ ആദ്യം തോന്നിയത് അധ്യാപകരെ കാണാം. ഇന്നലെ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അധ്യാപകരെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അധ്യാപകർ സ്ട്രിക്റ്റ് ആയിരുന്നു, നമ്മൾ സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അല്ല പറയട്ടെ, ഞങ്ങൾ സ്ട്രിക്റ്റ് ആകണമല്ലോ. അവർ സ്ട്രിക്റ്റ് ആകുമ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് അവർ മാതാപിതാക്കളെ പോലെയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതായിരുന്നു. ഇപ്പം എന്താ ചെയ്യണേ മാഡം? ഞാനിപ്പോൾ ഐപിഎല്ലിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയാണ്. ഞങ്ങളുടെ ബാങ്കിലെ സെക്രട്ടറിയുടെ പേര് MK സെൽവരാജ് എന്നും. ഞങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനത്തും ജില്ലയിലൊക്കെ 1ാം സ്ഥാനത്ത്. കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? അതെ അതെ, സഹകരണ ബാങ്ക്. വീണ്ടും ഓർമ്മകൾ ബാക്കിയാക്കി ഫാക്ട് മാർക്കറ്റും തൊട്ടടുത്ത് സൈക്കിൾ ഷോപ്പും ഇന്നും മറക്കാൻ സാധിക്കുന്നില്ല. ഏവർക്കും ഒരിക്കൽ കൂടി ജെ ടൈംസ് സ്കൂൾ തിരുമുറ്റത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.